ഇന്ന് നമ്മളെ നേഴ്സറിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലോഡ് പൂച്ചെടിയാണ്. അതിനകത്ത് നല്ല കിഡിലുമായിട്ടുള്ള വെള്ള കോഫി ഒരുപാട് ആളുകൾ ചോദിച്ചും നമ്മളെ നേരത്തെ വന്ന ലോഡിനകത്തും ഫുള്ള് തീർന്നു പോകുന്ന സാധനമാണ് വെള്ള കോഫിയ എന്നറിയപ്പെടുന്നത്. ഈ ചെടി ഒരു രക്ഷയില്ല. ഇറിനിൽ വല്ല പൊക്കം തേനീച്ച വളർത്താൻ ഏറ്റവും ബെസ്റ്റാണ്. അതേപോലെ ഒരുപാട് ചെടികൾ ഇന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ തരത്തിലുള്ള വെള്ള കോഫിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. എല്ലായിടവും വയലറ്റ് കോഫിയുണ്ട്. എന്നാൽ ഈ ചെടി കിട്ടാൻ നല്ല പാടാണ്. അതേപോലെ തന്നെ മെലസ്റ്റോമയുടെ വെള്ള കളർ മെലസ്റ്റോമ പ്ലാന്റ് ഒരു 10-250 പ്ലാന്റ് നമ്മളിപ്പം കൊണ്ടുവന്ന് നമ്മളെ മേളയിൽ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് കൊണ്ടുവന്ന് നേരത്തെ വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വെള്ള കളർ, അതായത് പാൽ വെള്ള കളറിൽ നല്ല കിഡിലം വെറൈറ്റി മെലസ്റ്റോമ. അതേപോലെ തന്നെ കോഫിയ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി കോഫിയ. അതേപോലെ പെറ്റൂണിയ, കുറച്ച് പെറ്റൂണിയ കൊണ്ടുവന്നിട്ടുണ്ട്. കുറച്ച് പെറ്റൂണിയ, അത് ഒരുപാടില്ല, കുറച്ച് കിട്ടിയുള്ളൂ. അതേപോലെ തന്നെ ജമന്തി വെറൈറ്റി, കുറച്ച് വെറൈറ്റി റോസുകൾ. അതേപോലെ തന്നെ നിക്കോഡിയ പൂത്തുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് പൂത്തുക്കുന്ന നമ്മളെ നിക്കോഡിയ പ്ലാന്റ്, അല്ലെങ്കിൽ ടെക്സാസ് സേജ് എന്നറിയപ്പെടുന്ന നമ്മളെ സ്വന്തം നിക്കോഡിയ പ്ലാന്റ്. ഒരു രക്ഷയില്ല. ഇതിനകത്ത് ഇല എണ്ണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഓരോ ഇലയുടെ അടിയിൽ ഓരോ മുട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അതാണ്ട് ഏകദേശം പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. നല്ല അടിപൊളിയായിട്ട് ഓരോ ഇലയുടെ അടിയിൽ നിന്നും ഓരോ പൂക്കൾ, നിർബന്ധമായിട്ട് ഒരു പൂക്കൾ അതിനകത്ത് കണ്ടിരിക്കും. അതേപോലെ തന്നെ നല്ല അടിപൊളി വയലറ്റ് മെലസ്റ്റോമ, നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ്, ഒരു 100 മുട്ടോട് കൂടിയിട്ടുള്ള നല്ല സുന്ദരമായ മെലസ്റ്റോമ പ്ലാന്റ്. അതേപോലെ തന്നെ ലോറിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്നതായി കാണുന്നത് നല്ല അടിപൊളി യുജീനിയ വേരിഗേറ്റഡ് 2 കളറുള്ള യുജീനിയ വലിയ ലോറിയിലാണ് ഇറക്കിയത്. നല്ല അടിപൊളി ഒരു ലോഡ് ചെടി. അതേപോലെ തന്നെ ഗോൾഡൻ സൈപ്രസ് ആവട്ടെ, വലിയ ചട്ടിയിലുള്ള റോസും ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തീരുന്നതിന് മുമ്പ് വന്ന് വാങ്ങാൻ ശ്രമിക്കുക. അതേപോലെ പെട്രാക്രോട്ടൺ, നല്ല അടിപൊളി പെട്രാക്രോട്ടനും കുറേ നല്ല അടിപൊളി ഫ്രൂട്ട് പ്ലാന്റുകളും സ്ട്രോബെറിയൊക്കെ നമ്മളറിയാമല്ലോ, നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളും ഒക്കെ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ പ്ലാന്റിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. നല്ല സുന്ദരമായ പ്ലാന്റ്, നല്ല ആളുകൾ മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നല്ല ഉച്ച സമയത്തും പ്ലാന്റുകൾ കാണാനും വാങ്ങാനും ഒക്കെ ആളുകൾ വരാറുണ്ട്. അതേപോലെ തന്നെ ആശ്രമം മൈതാനത്ത് പൊന്നോണമേളം സർക്കസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ആശ്രമം മൈതാനത്ത് കണ്ടിട്ടുണ്ടാവും. അന്നേരം അതിൻ്റെ സൈഡിലായിട്ട് നമ്മളെ നേഴ്സറി ഉണ്ട്. വരുന്ന പക്ഷം വന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. നിക്കോഡിയുടെ പ്ലാന്റ്, നല്ല രസമുള്ള പ്ലാന്റ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ നല്ല പെറ്റൂണിയ പ്ലാന്റ്, കഴിഞ്ഞ ലോഡിൽ വന്ന പ്ലാന്റുകൾ പോലെ തന്നെയുള്ള പ്ലാന്റ്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ലോഡിൽ ഇറക്കിയ പ്ലാന്റാണ്. ഇതിൻ്റെ പോലുള്ള പ്ലാന്റുകൾ നാളെ രാവിലത്തെ ലോഡിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നല്ല സുന്ദരമായ പ്ലാന്റ് ആശ്രമം മൈതാനത്ത് നാളെ ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, ലോഡ് സേഫായിട്ട് ഓടി വരുവാണെന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള നല്ല പെറ്റൂണിയാവട്ടെ, നല്ല കിഡിലം വെറൈറ്റി റോസൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. നാളെ റോസിൻ്റെ ലോഡും വരുന്നുണ്ട്. ഇന്ന് താണ്ടെ നല്ല ക്രിസാന്തിമമൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത ക്രിസാന്തിമം, നല്ല മൊട്ട് വിരിഞ്ഞ് തുടങ്ങുന്ന വെറൈറ്റിയിലുള്ള ക്രിസാന്തിമം. അതേപോലെ തന്നെ നല്ല വിങ്ക റോസിൻ്റെ കുറച്ച് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് വന്ന് വാങ്ങാനായിട്ട് ശ്രമിക്കും. കിഡിലം പ്ലാന്റുകളുണ്ടോ, ഒരു രക്ഷയില്ലാത്ത സ്ട്രോബെറി തൈ ചോദിച്ച് വാങ്ങാനായിട്ട് ശ്രമിക്കുക. സ്ട്രോബെറി പഴം പിടിക്കുന്ന സ്ട്രോബെറി പ്ലാന്റ് മേടിക്കാനായിട്ട് ശ്രമിക്കുക. വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അന്നേരം ഇതേപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മളെ ചാനൽ കൂടി ഒന്ന് കയറി